ബ്രേക്കിംഗ് ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് നിർണായക സൂചനകൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചന. പണത്തിന് പകരം വിവാഹം കഴിക്കണമെന്ന ആവശ്യം വിസമ്മതിച്ചത് കൊലയ്ക്ക് കാരണമായി എന്നാണ് സൂചന. ജിഷ വധക്കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ രാജേശ്വരിക്കും ജിഷയ്ക്കും സഹോദരി ദീപയ്ക്കും നേരത്തെ അറിയാമായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നതായ സൂചനയുണ്ട്. അമീറുലിൽ നിന്നും ജിഷയുടെ കുടുംബം നേരത്തെ പണം കൈപ്പറ്റിയിരുന്നതായും തുടർന്നുള്ള പരിചയമാണ് അമീറുലിനെ ജിഷയുടെ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പുതിയ വിവരങ്ങൾ. എന്നാൽ പണം തിരികെ നൽകാതായപ്പോൾ അമീറുൽ ജിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ജിഷ നിരസിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 അമീറുൽ ജിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ടെന്നും ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞതായുമാണ് സൂചനകൾ. നാളെ നടക്കാനിരിക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കുവാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ജിഷയുടെ വീടിന് സമീപത്തെ കുളിക്കടവിൽ വെച്ച് അമീറുലിനെ ഒരു സ്ത്രീ അടിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമനുസരിച്ച് ആ സ്ത്രീ ജിഷയുടെ അമ്മ രാജേശ്വരിയാണെന്നും അമീറുലിന് നൽകാനുള്ള പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിലേക്ക് കലാശിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ ആസാമിൽ വെച്ച് പോലീസ് കണ്ടെത്തി. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അമീറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കും. ജിഷയുടെ കൊലപാതകത്തിന് തലേനാൾ വരെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നതായും ഇയാൾക്ക് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാമായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലാണ് സുഹൃത്തിനെ കണ്ടെത്താനായി ഒരു സംഘം ആസാമിലേക്ക് തിരിച്ചത്. ഷാഡ് SI വി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഹൃത്തിനെ ആസാമിൽ കണ്ടെത്തിയതായാണ് വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലുള്ള അമീറുലിന്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലെ പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കത്തിയല്ല കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത കത്തിയിൽ രക്തക്കറ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലെത്തിയിരിക്കുന്ന പോലീസ് ആയുധങ്ങൾ കടത്താൻ പ്രതി മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ഇയാൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ദാനിയലിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിലെ അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം വഴിതിരിച്ചുവിട്ടത് മാധ്യമങ്ങളാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അല്ല, അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പോൾ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ശരിയായി മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിനിടയിൽ നമ്മളായിട്ട് വഴിതെറ്റിക്കണ്ട. ഈ മാധ്യമങ്ങളാണ് ഈ കേസ് ഇത്രയും വഴിതെറ്റിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രതിയെ പിടിക്കാമായിരുന്നു. അവർക്ക് ഈ കേസ് ശരിയായ ദിശയിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയാതെ പോയത് മാധ്യമങ്ങളുടെ ഒരു സമ്മർദ്ദം നിലനിന്നതുകൊണ്ടാണ്. ഞാനങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ പ്രതിയെ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കട്ടെ. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടിയുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവുമധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. എവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ഭായമാർ പിന്നെ ആസാംകാർ അവർ ശരിയില്ല. അതൊക്കെ ഉറപ്പും. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചെയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചെലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നത് മൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷാജഹാൻ.
തലശ്ശേരി കുട്ടിമാക്കൂലിൽ നടന്നത് ദളിത് പീഡനമല്ലെന്നും UDF രാഷ്ട്രീയ നാടകമാണെന്നും വ്യക്തമാക്കുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാക്കാനും പിന്നീട് ദളിത് പ്രശ്നമാക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിനായി കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാവ് കൂടിയായ പെൺകുട്ടിയുടെ പിതാവും ഒത്തുകളിക്കുകയാണെന്നും ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നു. അതേസമയം പെൺകുട്ടികൾ ഇതിനു മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ലെന്ന് പരിസരത്തെ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നവരല്ല ഇവരാരും തന്നെ. എന്തൊക്കെയായിരുന്നു കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇവർ ഇങ്ങനെ മറുപടി പറയുന്നു. അത് എന്റെ സത്യം പറയാന്ന് വെച്ചാൽ എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ മരുവോളെ മക്കളാണ്. ഇത് രാഷ്ട്രമുതലെടുപ്പിനെ രാഷ്ട്രമുതലെടുപ്പ് ചെയ്യുമ്പോൾ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരായി. അതിന്റെ പേരിൽ ഒന്ന് കുത്തിക്കാരി പിടിക്കാം. അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞാൽ കേൾക്കൂല. കത്തി വെക്കുക പാട്. ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അങ്ങനെ മരുമകളെ പറഞ്ഞു എന്നറിയാം. എന്തിനാ ഇവിടെ നമ്മളെന്ത് പറയാനാണ്? അപ്പോൾ ബ്ലേഡ് വെക്കും. ഇതല്ലേ പിള്ളേർ തൊഴിലാ. അയൽവാസി സക്കീനയുടെ മകൻ CPIM പ്രവർത്തകർക്കൊപ്പം നടക്കുന്നതായിരുന്നു ഇവരുടെ ആദ്യ പരാതി. പിന്നീട് സക്കീനയുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് തുടങ്ങിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസും ചേർന്ന് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് പരിഹാരമാക്കി. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച രാജൻ സക്കീനയുടെ മകന്റെ സുഹൃത്തായ DYFI പ്രവർത്തകനെ വീണ്ടും അസഭ്യവർഷം ചൊരിയുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇതാണ് പാർട്ടി ഓഫീസിന് താഴെ രാജൻ കാവൽ നിന്ന് 2 പെൺകുട്ടികളെ ഇരുമ്പ് പൈപ്പും വിറകുകൊള്ളിയുമായി മുകളിലേക്ക് കയറ്റിവിട്ട് കാരം ബോർഡ് കളിക്കായിരുന്ന 4 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് ദളിത് സ്ത്രീകളെ ജാതി വിളിച്ചാക്ഷേപിച്ചുവെന്ന് പരാതി നൽകി രാഷ്ട്രീയ വൈരാഗ്യം ദളിത് പ്രശ്നമാക്കി മാറ്റുകയായിരുന്നെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എൻ്റെ മോന് മെമ്പർഷിപ്പ് മുറിക്കാൻ പോയിട്ട് നേരെ അത് അവർക്കൊരു ചെറിയൊരു പ്രശ്നമായി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മെമ്പർഷിപ്പ് മുറിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ അവനെ ചീത്ത പറഞ്ഞോറ്. രാജേട്ടെ നമ്മളെ വീട്ടിൽ പോസ്റ്ററെല്ലാം വെച്ചതിന് എല്ലാം പ്രശ്നമാണ്. നേരെ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴീൻ്റെ ഈ പൈപ്പ് അവരെ സൺസൈഡുമുള്ള പൈപ്പിലെ വെള്ളം തേച്ച് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മണ്ണിട്ടിട്ട് ചളി കെട്ടിയിട്ട് അവരെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പൈപ്പ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് ചളിയായി. അങ്ങനെ ഞാൻ അവരുടെ ഭാര്യയോട് പറഞ്ഞ് പൈപ്പൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ആക്കണം എന്നാണ് പറമ്പിലേക്ക്. അങ്ങനെ ഓറ് തിരിച്ചിട്ട് ഓരോ പറമ്പിലേക്ക് തന്നെ ആക്കി. ഇവർ വന്നേരം നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കി. അങ്ങനെ എനിക്കാരുടെ പാർട്ടിക്കാരുള്ള വിളിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ ഇവനാരെല്ലാം വിളിച്ച് 2 നാളെ പിന്നെ പിള്ളേരെന്തല്ലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യം അടിയായി. ചട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് ടൈലെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ പരാതി കൊടുത്ത് തലശ്ശേരി പോയിട്ട് അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കിയത്. ഇവർ പൈപ്പ് അങ്ങോട്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ വനിതാ സെല്ലിൽ പോയിട്ട് പരാതി കൊടുത്ത്. ഇതിനു മുൻപും ഇവർ സ്വസമുദായത്തിൽപ്പെട്ടവരെയും മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും സമുദായം, സ്ത്രീകൾ എന്നീ പരിഗണന മുതലെടുത്ത് ഉപദ്രവിച്ചതായി ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ സ്വഭാവം വെച്ചിട്ട് 1-നും 2-നും എല്ലാത്തിനും കേസ് കൊടുക്കല അവരുടെ മെയിൻ പരിപാടി. ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് പോലും നല്ല വാണിങ്ങും എന്നെ ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തിട്ടുണ്ട്. അയൽവാസികളുമായുണ്ടായ ഈ പ്രശ്നമാണ് ദളിത് പ്രശ്നമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ UDF രംഗത്തെത്തിയത്. കോടതിയിൽ ജാമ്യം കിട്ടുമായിരുന്ന കേസിൽ ആദ്യ ദിവസം ജാമ്യ ഹർജി പോലും നൽകാതെ UDF നാടകം കളിച്ചുവെന്ന ആരോപണവും ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ ജയിലിലടയ്ക്കപ്പെട്ട ദളിത് യുവതികളിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. സംഭവത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാട്ടം നടത്തും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ്. യുവതികൾക്കായി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടും സ്വീകരിക്കാത്ത മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹമാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ നീതിരഹിതമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പ്രസ്ഥാനം, UDF പ്രസ്ഥാനം തയ്യാറാണ്. കണ്ണൂർ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ് ഒരു ചെന്നത്. ചേംബറിൽ വെച്ച് അപേക്ഷ സ്വീകരിച്ചിരുന്നു. പക്ഷെ മജിസ്ട്രേറ്റ് ആ ജാമ്യാപേക്ഷ സ്വീകരിച്ചില്ല. ശരിക്കു പറഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ നടപടി ദുരൂഹമായിട്ടേ കാണാനാകൂ. ഏത് വിഷയവും രാഷ്ട്രീയ മുതലെടുപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തലശ്ശേരി സംഭവമെന്ന EP ജയരാജൻ. സുധാകരനെ പോലുള്ളവരാണ് ഇതിന് പിന്നിൽ. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനും പോലീസിനൊന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അതിൻ്റെ ശരിയായ കാര്യം അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നടത്തുക എന്നുള്ള ഒരു തെറ്റായ രാഷ്ട്രീയം ഇപ്പോൾ ഈ സുധാകരനും മറ്റും കൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്.
തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരി സംഭവത്തിൽ പോലീസ് ഏകപക്ഷീയമായല്ല പ്രവർത്തിച്ചതെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് സഞ്ജൻ കുമാർ ഗുരുദീൻ. ഇരു കൂട്ടർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. യുവതികൾ സ്റ്റേഷനിൽ വന്നപ്പോൾ 1.5 വയസ്സുള്ള കുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഒരു വീഴ്ചയില്ല. നമ്മൾ നോൺ അവൈലബിൾ കേസ് എടുത്തിട്ടുണ്ട്. നോൺ അവൈലബിൾ കേസിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നമ്മുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ആൻഡ് ദേ വെർ റിമാൻഡഡ്. പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് കുട്ടി അത് കൂടെ ഇല്ലായിരുന്നു. കുട്ടീനെ പറ്റി അങ്ങനെ പോലീസിന് ഒന്നും ഇൻഫോർമേഷൻ ഇല്ല. അത് പാരലലി അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മജിസ്ട്രേറ്റിൽ ഹാജരായ ശേഷം ആണ് അവിടെ ഈ ഫാമിലി കുട്ടികളെ കൊണ്ടുവന്നത്. അവിടെ മജിസ്ട്രേറ്റ് ദെൻ ഈ 2 പേരായിട്ട് അവിടെ എന്തായാലും ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ മദറിൽ കൂടെ പോകും. ആ 1 വർഷം കുട്ടി നമ്മുടെ പോലീസിലെ കേസിൽ അങ്ങനെ ഒന്നുമില്ല. എക്സൈസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ മാധ്യമപ്രവർത്തകനെന്ന വ്യാജേന എത്തിയ കഞ്ചാവ് കേസ് പ്രതിയെ പോലീസ് പിടികൂടി. കോഴിക്കോട് കളക്ടറേറ്റിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് കഞ്ചാവ് കേസ് പ്രതി യോഗം നടക്കുന്ന ഹാളിനകത്ത് പ്രവേശിച്ചത്. ജില്ലയിൽ ലഹരി വസ്തുക്കളുടെയും അനധികൃത മദ്യത്തിന്റെയും വിൽപ്പന തടയുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തത്. ചാനൽ പ്രതിനിധിയെന്ന് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൊയിലാണ്ടി സ്വദേശി അഷ്റഫ് യോഗം നടക്കുന്ന ഹാളിൽ പ്രവേശിച്ചത്. മാധ്യമപ്രവർത്തകർക്കൊപ്പം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPSനോട് ചോദ്യങ്ങൾ ചോദിച്ച ഇയാളെ സംശയം തോന്നി മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കേസ് പ്രതിയാണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത്. കൊയിലാണ്ടിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ 2 തവണ പോലീസ് പിടിയിലായെന്നും ഇയാൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകനെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ തട്ടിക്കയറിയ ഇയാളെ മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ നടക്കാവ് SI ഗോപകുമാർ എത്തി കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച ബാറ്ററികളിൽ ചിലത് കേരളത്തിൽ വിൽപ്പനയിലില്ലാത്തവയെന്ന് സൂചന. വിദേശ നിർമ്മിത PCB ബോംബ് നിർമ്മാണത്തിനായി മാറ്റം വരുത്തി ഉപയോഗിച്ചവയാണെന്ന് കണ്ടെത്തി. അതേസമയം കേന്ദ്രീകൃത സംഘടനകളെയും നിരോധിത സംഘടനകളും ചില വ്യക്തികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 9 വാട്ടിന്റെ 18ഓളം ബാറ്ററികളുടെയും റിലേ ഘടിപ്പിച്ചിരുന്ന വിദേശ നിർമ്മിത സർക്യൂട്ട് ബോർഡിന്റെയും ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബാറ്ററികളിൽ ചിലത് കേരളത്തിൽ വിൽക്കുന്നതല്ലെന്ന് ബോധ്യമായി. തമിഴ്നാട്ടിൽ സുലഭമായി ഇവ ലഭ്യമാണെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചു. സർഫസ് മോൾഡിംഗ് ഡിവൈസ് ഇനത്തിൽപ്പെട്ട വിദേശ നിർമ്മിത സർക്യൂട്ട് ബോർഡിൽ റിലേ സ്ഥാപിച്ച് മാറ്റം വരുത്തിയതാണെന്നും കണ്ടെത്തി. ഈ രംഗത്ത് പരിചയസമ്പത്തുള്ളവരാണ് ബോംബ് ഡിസൈൻ ചെയ്തതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം കേന്ദ്രീകൃത സംഘടനകളെയും നിരോധിത സംഘടനകളെയും ചില വ്യക്തികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സന്തോഷ് ബിനോയുടെ നേതൃത്വത്തിൽ പല ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നത്. കളക്ടറേറ്റിന് സമീപം വ്യാപാരം നടത്തുന്നവരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി രേഖാചിത്രം തയ്യാറാക്കാൻ ശ്രമിച്ചിരുന്നു. ആന്ധ്ര, തമിഴ്നാട് പോലീസുകാരും കൊല്ലത്തെത്തി ബോംബ് സ്ഫോടനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് അന്വേഷണത്തിന് സമാന്തരമായി കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും പുരോഗമിക്കുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ച ദില്ലിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റിയിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ ജനാഭിപ്രായം മാനിച്ച് നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കില്ല. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിൽ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജനങ്ങൾ ആണ് ഞങ്ങളുടെ യജമാനന്മാരെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവരുടെ വിനീത വിശ്വസ്ത വിധേയ ദാസന്മാരാണ് മന്ത്രിമാർ. അപ്പോൾ ജനാഭിപ്രായത്തിനപ്പുറം ഞങ്ങൾക്കൊരു അതെ ജനാഭിപ്രായത്തിനപ്പുറം ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. സഞ്ചാരികളെ എക്കാലത്തും ആകർഷിക്കുന്ന വന്യജീവി സങ്കേതമാണ് രാജസ്ഥാനിലെ രൺധാ ഫോർട്ട് നാഷണൽ പാർക്ക്. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പക്ഷിമൃഗാദികളെ തൊട്ടടുത്ത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്.
നിർത്തിവച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് എറണാകുളം MLA ഹൈബിയുടെ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങളെന്നും കൊച്ചി മെട്രോയുടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കൽ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പീപ്പിൾ ടിവിയുടെ നമ്മുടെ MLA എന്ന പരിപാടിയോട് പ്രതികരിക്കുകയായിരുന്നു ഹൈബി. എറണാകുളം ജനറൽ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തുകയാണ് പ്രധാനം. അതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് MLA ഹൈബി ഈഡൻ പ്രതികരിച്ചു. MLAയുടെ അസറ്റ് ഫണ്ടും എല്ലാം വ്യാപകമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പാലിയേറ്റീവ് കെയറിൻ്റെ പുതിയ ബ്ലോക്കും കാർഡിയോളജി പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ മെഷീനറിക്ക് വേണ്ടിയിട്ട് കുറേയധികം ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി CCTV ക്യാമറാസും. വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം ടൂറിസം മേഖലയിലും ശ്രദ്ധ പതിപ്പിക്കും. എറണാകുളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന കേന്ദ്രം എന്നുള്ള രീതിയിൽ തന്നെ പൊതുഗതാഗതം ശാക്തീകരിക്കുക. ഇപ്പോൾ റോഡുകൾ എല്ലാം നല്ല നിലവാരത്തിൽ നമ്മൾ ഓൾറെഡി പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ സ്ഥലമേറ്റെടുപ്പാണ് മുന്നിലുള്ള വെല്ലുവിളി. വൈറ്റില മുതൽ പേട്ട വരെയുള്ള മേഖലയിലെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ കുറച്ച് സങ്കീർണമാണ്. അതുകൂടി ഏറ്റെടുത്താൽ പേട്ട വരെയുള്ള റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷത്താണെങ്കിലും സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാരിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഹൈബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിഖ്യാത ചലച്ചിത്രകാരൻ പോൾ കോക്സ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഓസ്ട്രേലിയയിലെ സ്വതന്ത്ര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സംവിധായകനാണ് കോക്സ്. 20ഓളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള കോക്സ് നിരവധി ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു കോക്സ് ചിത്രങ്ങൾ. തബോർമിന ഫിലിം ഫെസ്റ്റിവലിൽ ഫിപ്രസി പുരസ്കാരവും ഷിക്കാഗോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സ്വിലർ ഹ്യൂഗോ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2012 കേരള ചലച്ചിത്രമേളയിൽ കോക്സ് ആയിരുന്നു ജൂറി ചെയർമാൻ. അമ്പത്തിയഞ്ച് വർഷം തുടർച്ചയായി ഒരേ പള്ളിയിൽ ഉസ്താദായി സേവനമനുഷ്ഠിച്ച കാസിം കുഞ്ഞ് മൗലവിക്ക് വയസ്സ് 85ആയിട്ടും റമദാൻ നോയമ്പ് ഇന്നും 16കാരന്റെ ചുറുചുറുക്കോടെ അനുഷ്ഠിക്കുന്നു. കൊല്ലം ഉമേനല്ലൂർ മസ്ജിദിലാണ് അരനൂറ്റാണ്ടായി കാസിം ഈശ്വരദാസനായി തുടരുന്നത്. വലിയ ഉസ്താദ് എന്ന ഓമനപ്പേരിലാണ് കൊല്ലം മൈലക്കാട് കാസിം കുഞ്ഞ് മൗലവി അറിയപ്പെടുന്നത്. 1963 ഉമൈനല്ലൂർ മസ്ജിദിൽ തുടങ്ങിയ സേവനം ഇന്നും പവിത്രതയോടെ തുടരുന്നു. മതപണ്ഡിതനായ വലിയ ഉസ്താദിന് വലിയ ഒരു ശിഷ്യസമ്പത്തുമുണ്ട്. 5 തലമുറയെന്ന അഭിവചനങ്ങൾ പഠിപ്പിച്ച ഇമാമിന് ഖുർആൻ ജീവിതമാണ്. പല വിധത്തിലുള്ള വിട്ടുവീഴ്ചയോടുകൂടിയും ക്ഷമയോടുകൂടിയും സമാധാനത്തോടുകൂടിയും സഹനതയോടുകൂടിയാണ് കാര്യങ്ങൾ ഇത്രയും അങ്ങ് നീണ്ടുപോയത്. അങ്ങനെ ഈ സഹനതയും ക്ഷമയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും നാൾ തുടരാൻ സാധ്യമല്ല. പിന്നെ അള്ളാഹുവിൻ്റെ നിയന്ത്രണമുണ്ട്, ഇത്ര നാൾ വരെ തുടരണമെന്ന്. നോയമ്പ് കാലത്ത് പാലിക്കേണ്ട കടമകളിലും കൃത്യനിഷ്ഠകളിലും ഉസ്താദ് ഉമൈനല്ലൂർ ജമാഅത്തിലെ 1200 കുടുംബങ്ങൾക്കും മാതൃകയാണ്. സമാധാനവും ക്ഷമയും സഹനവും കൈവിടാതിരിക്കാനാണ് വലിയ ഉസ്താദ് മതഭേദമന്യേ ഏവരെയും പഠിപ്പിക്കുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ.